നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി പാലക്കുഴിയിൽ രാജേഷ് എന്ന 39 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോയുമായാണ് ഞാൻ സുഹൃത്തുക്കളെ മുമ്പിൽ വരുന്നത്. വളരെ ദയനീയാവസ്ഥയിൽ കഴിയുകയാണ്. കാരണം മരം മുറിപ്പ് തൊഴിലാളിയായിരുന്നു. ചെറിയ ഒരു കുഞ്ഞു മകളുണ്ട്. ഒരു 17 വയസ്സുള്ള ഒരു ചെക്കൻ. ആ ചെക്കൻ ഇന്ന് കൂലിപ്പണിക്ക് പോയിട്ട് നിസ്സാരമായ കൂലി കൊണ്ടുവന്നിട്ടാണ് അച്ഛൻ്റെ ചികിത്സയും ആ കുടുംബവും പോറ്റുന്നത്. ഒരുപാട് മൈക്രോ ഫിനാൻസിൽ നിന്ന് കടങ്ങളെടുത്ത് ഒരുപാട് കടബാധ്യതയിൽ കിടക്കുന്നു. അത്യാവശ്യം മരുന്നിന് പോലും ജീവിക്കാൻ പോലും ആ കുട്ടിക്കുള്ള വിദ്യാഭ്യാസത്തിന് പോലും നിവൃത്തിയില്ലാണ്ട് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു കഥയാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് മരം മുറിച്ച് പണിയെടുത്തു ആ കുടുംബത്തെ നല്ല അന്തസ്സായിട്ട് പോറ്റിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് ആ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ, ആ ദയനീയാവസ്ഥ നമുക്കൊന്ന് കാണാം. ഒരാൾ കൈവിടരുത്. എന്നെ ഒരുപാട് ഈ സ്ഥാപനത്തിലും അതേപോലെ ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് സഹായിക്കുന്ന എല്ലാവരും ഇതും കൈവിടില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് രാജേഷ്. എന്തായിരുന്നു പണി? തടിമുറിയായിരുന്നു. മുറി ഒരു അപകടം പറ്റിയിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുവാണ്. മരം മുറിച്ചപ്പോൾ ഇങ്ങനെ കൂടെയുള്ള മറ്റൊരു മരം വന്ന് വീണ് ഇടുപ്പിലാണ് മരം. ഇവിടെ ഫൈനൽ കോഡ് ഇഞ്ചറിയാണ്, നടക്കാനും പറ്റി. കാലിൽ മിച്ചുമ്പാളെ കിട്ടി, കാല് കട്ടായി. പിന്നെ ആശുപത്രി കേസും ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പം. അതെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആശുപത്രി പോയിട്ട് തന്നെ മുകളിലേക്ക് തരിപ്പ് കയറുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, മുകളിലേക്ക് കയറുന്നതനുസരിച്ച് ആ ഭാഗം ഇങ്ങനെ ബ്ലഡ് ഓട്ടോ ഇല്ലാതെ അങ്ങനെ പോരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ആശുപത്രി ചെലവും മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. 2 മക്കളുണ്ട്. മക്കള് ഒരാൾ കൂലിപ്പണി ചെയ്യുന്നു. അപ്പോൾ അവള് ഞാൻ അമ്മ കൊണ്ടുവന്ന് 2 പേർ ജീവിക്കുന്നു. ആള് സ്കൂളിൽ പ്ലസ് 2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ 2 വർഷം പോകുന്നു. അതിപ്പോൾ അന്ന് തൊട്ട് ആള് പിന്നെ ഒരു മകളുണ്ട്. പിന്നെ അത് പഠിക്കാൻ മകൾ മോന് 18 വയസ്സാവുന്നു. 18 വയസ്സ് 2 വർഷം 2 വർഷം ആകാൻ പോകും. 16 വയസ്സ് ഉള്ളപ്പോൾ മോൻ കൂലിപ്പണിക്ക് ഇറങ്ങി. 16 വയസ്സ്. മോള് പിന്നെ +1 കയറുന്നു. അവള് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. മകള് ഇപ്പം പ്ലസ് അത് പരീക്ഷ എഴുതിയിട്ടിരിക്കുന്നു. വൈഫിന് പണി എല്ലാം നോക്കാനും ബാത്റൂമിലൊക്കെ പോകാനും ഒക്കെ ഭയങ്കര ആശുപത്രി ചെലവ്. അങ്ങനെ മിക്ക ദിവസങ്ങളിൽ നമ്മൾ ആശുപത്രിയിലേക്ക് തന്നെ 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം വണ്ടി ഇവിടുന്ന് വണ്ടി വിളിച്ച് ഇപ്പം ചിലർ 500 1500 2000 രൂപയൊക്കെ വണ്ടി വാടക മേടിക്കും. 5 പ്രാവശ്യം മരുന്ന്. നമ്മുടെ ഒരു വാർഡിൻ്റെ അതിഥി, നമ്മുടെ വാർഡിൻ്റെ ഒരു മെമ്പർ ഇവിടെ ഉണ്ട്. സഖാവിനോട് നമുക്ക് എന്താ ചോദിക്കാം. ഈ കുടുംബത്തെ പറഞ്ഞ 2 മക്കള് പഠിക്കുന്ന കുട്ടികളാണ്. നന്നായിട്ട് അദ്ദേഹത്തിന് ഈ മരം വീണ് സംഭവിച്ചതിന് ശേഷം 16 വയസ്സിൽ പണിക്ക് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ രക്ഷിതാവിന് ഇത് സംഭവിച്ചതിന് ശേഷം നല്ല ഭാരിച്ച ചിലവാണ്. ആഴ്ചയിലാണെങ്കിലും ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പാലക്കാട് വരെ പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബാധ്യത നന്നായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് എണിച്ച് നിൽക്കാനോ ഒന്നും പറ്റില്ല. മെഷീൻ വാള കൊണ്ട് കാല് കട്ടായിരിക്കുകയാണ്. എണിച്ച് നിൽക്കുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഴും. അപ്പോൾ പരസഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. നന്നായിട്ട് പഠിക്കുന്ന 2 കുട്ടികളാണ്. ഇത് പഞ്ചായത്തും സർക്കാർ ഇവിടുത്തെ ഒരു സമുദായ സംഘടനയും കൊടുത്ത സ്ഥലത്താണ് അത് ഒരു ചെറിയ വീട് വെച്ച് നന്നായിട്ട് ചുറുചുറുപ്പോട് പണി എടുത്തുകൊണ്ടിരുന്ന ആളാണ്. എന്നിങ്ങനെ ആപത്ത് പറ്റി. അപ്പോൾ ഈ ഓഡിയോ കാണുന്ന നന്മയുള്ള മനുഷ്യർ എല്ലാവരും സഹായിക്കണം. ആ കുടുംബത്തെയും ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു സഹായം ചെയ്യണം എന്ന് മാത്രം പറയുക. അതായത് നമ്മുടെ പള്ളിക്കാർ കെട്ടിക്കൊടുത്ത ഒരു വീടാണ്. ഉപരി 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിലാണ് ഈ കുഞ്ഞും മക്കളും ഭാര്യയും അദ്ദേഹവും താമസിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവിടുന്ന് ഏകദേശം കിലോമീറ്ററോളം പോകണം ടൗണിലേക്ക് എത്തണമെങ്കിൽ. അത്ര ഉൾപ്രദേശമാണ്. വണ്ടിക്ക് പോലും പൈസയില്ല, അതുപോലെ ചിലവിന് പൈസയില്ല, മരുന്നിന് ഒരു മാർഗവും ഇല്ലാണ്ട് വളരെ ദുരിതം അനുഭവിക്കുന്ന ഈ ചേട്ടനെ നിങ്ങളാരും കൈവിടാണ്ട് സഹായിക്കണം.
നമ്മളെപ്പോലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇത്രേ കാലം ജീവിക്കേണ്ടതാണ്. ഇനിയുള്ള സമയം നമ്മുടെ ഓരോരുത്തവരുടെ ഒരു കൈത്താങ്ങ് നിങ്ങളും എല്ലാവരും ഉണ്ടാവുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോസുമായി ഉടൻ വരും. ക്യാമറമാൻ സുമാറിനൊപ്പം മകേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.